ഹായ് ഓൾ. റേഷ്യം പ്രപ്പോർഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. മൂന്നാമത്തെ പാർട്ട് 1 2 നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഇമ്പോർട്ടൻറ്റുമാണ്, എക്സാമ്പിൾക്ക് കാണാറുണ്ട്. ഓക്കെ, എക്സിൻ്റെ 15% വൈയുടെ 20% തുല്യമായി x/y എത്ര? അത്രേ ഉള്ളൂ. എക്സിൻ്റെ 15% വൈയുടെ 20%-ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ x/y എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. എക്സിൻ്റെ 15% അല്ലേ, 15% എക്സ് ഇങ്ങനെ വരുന്നത് അല്ലേ, 15% എക്സ് എന്നതിന് തുല്യമാണ് 20% വൈക്ക് തുല്യമാണ് അല്ലേ. 15% എക്സും 20% വൈക്കും തുല്യമാണെങ്കിൽ എന്ത് സംഭവിക്കും? y/x എന്താണെന്നല്ലേ. y/x എന്താണ്? സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ വൈൻ്റെ കൂടെ കിടക്കുന്ന സാധനം എക്സിൻ്റെ കൂടെ അങ്ങോട്ടും കൂടെ മാറ്റിയാൽ മതി. 20:15. മനസ്സിലായോ? അപ്പോൾ ഈ ആദ്യം ഏതിൻ്റെ എഴുതുക? വൈയുടെ കൂടെയുള്ള സാധനം എഴുതുക, പിന്നെ എക്സിൻ്റെ കൂടെയുള്ള ഇത് എത്രയേ ഉള്ളൂ. എക്സിൻ്റെ 15% വൈയുടെ 20% തുല്യമായാൽ x/y എന്ന് പറഞ്ഞാൽ എന്താണ്? 20:15. 20:15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഇതിനൊരു 5 വെച്ച് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 4:3 അല്ലേ. 4:3 ഓപ്ഷൻ ബി ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ 15% എക്സിൻ്റെ 15% വൈയുടെ 20%-ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ x/y എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന പെർസെൻറ്റേജുകൾ തിരിച്ചെഴുതിയാൽ മതി. അങ്ങോട്ടും മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സിൻ്റെ 17% വൈയുടെ 19% തുല്യമായ x/y എന്തെഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞേ? നേരെ തിരിച്ചെഴുതിയാൽ മതിയില്ലേ. 19:17 കേട്ടോ. 19:17 ഓപ്ഷൻ എ ആണ് ആൻസർ. നേരെ വൈയുടെ കൂടെ പറഞ്ഞിരിക്കുന്ന സാധനം എടുത്തിട്ട് ആദ്യം എഴുതുക. ഓക്കെ, എക്സിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് എഴുതുക. ഓക്കെ, അതാണ് 19:17 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സിൻ്റെ 25% വൈയുടെ 35% തുല്യമായാൽ, അതായത് 25% ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 35% ഓഫ് വൈ ആണെങ്കിൽ x/y എന്ന് പറഞ്ഞാൽ ഈ ഇത് നേരെ തിരിച്ചെഴുതുക അല്ലേ. ഇവിടെ കൊണ്ടിട്ട് എക്സിൻ്റെ താഴെ കൊണ്ടിട്ട് 35 എന്ന് എഴുതുക, വൈയുടെ താഴെ കൊണ്ടിട്ട് 25 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ഇനി എത്ര വെച്ച് കട്ട് ചെയ്യാം? നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാലോ. അപ്പോൾ 7 5 35 5 5 25. അപ്പോൾ 7:5 ആണ്. എക്സിൻ്റെ 25%-ഉം വൈയുടെ 35%-ഉം തുല്യമാണ്. x/y എഴുതാനായിട്ട് എന്ത് ചെയ്തു? ആ വൈയുടെ കൂടെ കിടക്കുന്ന 35 ആദ്യം എഴുതി, എക്സിൻ്റെ കൂടെയുള്ള 25 രണ്ടാമത്. അപ്പോൾ 35:25. അടുത്ത ക്വസ്റ്റ്യൻ, എക്സിൻ്റെ 30% വൈയുടെ 40%-ന് തുല്യമായ x/y എത്ര? എക്സിൻ്റെ 30% വൈയുടെ 40%-ന് തുല്യമാണെങ്കിൽ x/y എത്ര? അപ്പോൾ നമ്മൾ എന്ത് എഴുതിയാൽ മതി? 40:30 അല്ലേ. ഒരു 0 പോയി. അപ്പോൾ 4:3 ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആ പാറ്റേൺ കഴിഞ്ഞു. ഇനി ഇതാ വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ്. A/B എന്ന് പറഞ്ഞാൽ 3:5 ആണ്. B/C എന്ന് പറഞ്ഞാൽ 8:11 ആണ്. A/B/C കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? A/B എത്രയാ? 3:5. B/C എത്രയാ? 8:11 അല്ലേ. 8:11. നമ്മളുടെ A/B/C കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. A/B/C കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് ചെയ്യാം. അതാണ് നോക്കിക്കോ. ഇങ്ങനെ എഴുതുക. നമ്മൾ തന്നിരിക്കുന്നത് ഇങ്ങനെ എഴുതി, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 3 വെച്ച് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് എ. അപ്പോൾ എ എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് എഴുതാം? 3 × 8 ഈ 5 വെച്ചിട്ട് ഈ 8-നെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 8 ഈ 5 വെച്ചിട്ട് ഈ 11 മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 11. മനസ്സിലായോ? അപ്പോൾ ഈ 3 വെച്ചിട്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്തു? 8-നെ. 3 വെച്ച് 8-നെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ 3 24 8 5 40 55. കണ്ട ആൻസർ കിട്ടിയേ? 24 40 55. ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലായാലും ചെയ്തത്? അപ്പോൾ A/B/C എന്നിങ്ങനെ എഴുതി. കണ്ട, എ വെച്ചിട്ട് ഇതാ ഈ 8-നെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ ബി വെച്ചിട്ട് ഏതിനെയാണ്? 8-നെയും 11, അല്ലെങ്കിൽ 5 വെച്ചിട്ട് 8-നെയും 11-നെയും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് ഇതാ എളുപ്പം അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് A/B എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4:7. B/C എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 5:9. A/B/C ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? 4 വെച്ചിട്ട് 5-നെ 4 × 5 ഈ 7 വെച്ചിട്ട് ഈ 5-നെ
7 ഇൻറ്റു 5 ഈസ്റ്റു ഈ 7 വെച്ചിട്ട് ഈ 9നെ 7 ഇൻറ്റു 9. അപ്പോൾ എന്ത് കിട്ടി? 5 4 20 ഈസ്റ്റു 7 5 35 ഈസ്റ്റു 9 7 56 അല്ല 9 7 72 അല്ലേ 70 അല്ല 72 സോറി 63 9 ഇൻറ്റു 7 63. അപ്പോൾ 20:35:63 ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? A:B ശ്രദ്ധിച്ച് നോക്കിക്കോണേ. A:B എന്ന് പറഞ്ഞാൽ 6:11. B:C എന്ന് വെച്ചാൽ 4:9. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A:B:C. നോക്കിയേ 6 ഇൻറ്റു 4 A എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 4 ഈസ്റ്റു ഇനി അടുത്തേതാ 11 ഇൻറ്റു 4 11 ഇൻറ്റു 4 ഈസ്റ്റു 11 ഇൻറ്റു 9. ഓക്കെ 6 ഇൻറ്റു 4 24 11 ഇൻറ്റു 4 44 11 ഇൻറ്റു 9 99. അപ്പോൾ 24:44:99 ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ A ഈസ് ഈക്വൽ ടു 3/4B എന്ന് പറഞ്ഞാൽ A:B എന്ന് പറഞ്ഞാൽ എത്രയാ? 3:4 എന്ന് എഴുതാമല്ലോ. A:B ഈസ് ഈക്വൽ ടു 3:4. ഇനി നമുക്ക് അടുത്ത എന്താ നിൽക്കണേ? B ഈസ് ഈക്വൽ ടു 1/5C. അപ്പോൾ B:C ഈസ് ഈക്വൽ ടു 1/5 അല്ലേ 1/5. അപ്പോൾ B:C ഈസ് ഈക്വൽ ടു 1:5 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? A:B:C. അപ്പോൾ നമ്മൾ B:C എന്ന് പറഞ്ഞാൽ 1:5 ഇങ്ങനെ എഴുതുക. ഈ 3 ഇൻറ്റു 1 ആണ് A. 3 ഇൻറ്റു 1 ഈസ്റ്റു 4 ഇൻറ്റു 1 ഈസ്റ്റു 4 ഇൻറ്റു 5. ഓക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 3:4:20 3:4:20 ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായി ചെയ്തത്? അടുത്തത് ഇതാ. അപ്പോൾ A ഈസ് ഈക്വൽ ടു 5/7B എന്ന് പറഞ്ഞാൽ A:B ഈസ് ഈക്വൽ ടു 5:7 അല്ലേ. B:C ഈസ് ഈക്വൽ ടു 2:3 എഴുതിയത് മനസ്സിലായില്ലേ? B:C ഈസ് ഈക്വൽ ടു 2:3. അപ്പോൾ A:B:C എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 2 ഈസ്റ്റു 7 ഇൻറ്റു 2 ഈസ്റ്റു 7 ഇൻറ്റു 3 കേട്ടോ 7 ഇൻറ്റു 3. അപ്പോൾ 5 ഇൻറ്റു 2 എത്രയാണ്? 10:14:21 10:14:21 ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സെയിം തന്നെ. അപ്പോൾ A:B എന്ന് പറഞ്ഞാൽ 4:9. B:C എന്ന് പറഞ്ഞാൽ 2:7. അപ്പോൾ A:B:C എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 ഈസ്റ്റു 9 ഇൻറ്റു 2 ഈസ്റ്റു 9 ഇൻറ്റു 7. അപ്പോൾ എത്ര കിട്ടി? 8:18:63 ഓപ്ഷൻ ബി ആണ് ആൻസർ. 8:18:63. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ A:B എന്ന് പറഞ്ഞാൽ 7:5 എന്ന് തന്നിട്ടുണ്ട്. B:C എന്ന് പറഞ്ഞാൽ 8:9 തന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് A:C ആണ്. ഓക്കെ A കണ്ടുപിടിക്കാൻ വേണ്ടി ഏതൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്തത്? ഇത് രണ്ടുമല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്? ഇത്രയും ചെയ്താൽ മതി. A ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 8 ഈസ്റ്റു 5 ഇൻറ്റു 9 7 ഇൻറ്റു 8 അപ്പോൾ 8 56 ഈസ്റ്റു 45 56 ഈസ്റ്റു 45 ഓപ്ഷൻ എ ആണ്. 56:45 മനസ്സിലല്ലേ? നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെ നേരെ A:C കണ്ടുപിടിക്കാനായിട്ട്. അടുത്തതാ A:B 5:9 B:C 4:11 എങ്കിൽ A:C കണ്ടുപിടിക്കണം. നേരെ മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 5 ഇൻറ്റു 4:9 ഇൻറ്റു 11. അപ്പോൾ 5 ഇൻറ്റു 4 20 ആണ്. 20:11
99. എന്താ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതാ. അപ്പോൾ ആ ഒരു പാറ്റേൺ കഴിഞ്ഞു. ഇനി നമ്മൾ വേറെ ലസാഗു ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലസാഗുവിൻ്റെയൊക്കെ പാർട്ടിയിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. റേഷ്യോ വെച്ചിട്ട് അല്ല അനുപാതം വെച്ചിട്ട് ലസാഗുവിൻ്റെ പാർട്ടിയിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ. അതാ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് 2 സംഖ്യയുടെ അനുപാതം 4:5 ആണ്. അവിടെ ലസാഗു നമുക്ക് തന്നിട്ടുണ്ട്. ലസാഗു എന്ന് പറഞ്ഞാൽ LCM 140 ആണ്. ഓക്കെ, അതിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യ ഈസ് ഈക്വൽ ടു LCM ബൈ ഏതാണ് ചെറിയ റേഷ്യോ. മനസ്സിലായോ? നിങ്ങൾ 4:5 ചെറുത് ഏതാ? 4:5 ചെറുത് 4 അല്ലേ? അപ്പോൾ LCM എടുക്കുക ബൈ അല്ലേ, ചെറുത് വെച്ച് ഡിവൈഡ് ചെയ്താലല്ലേ നമുക്ക് വലിയ സംഖ്യ കിട്ടുള്ളൂ. അപ്പോൾ 140/4 എന്ന് കിട്ടും. അപ്പോൾ എത്ര വരും? 35 അല്ലേ? 35. ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലായോ? LCM എടുക്കുക ബൈ ചെറിയ സംഖ്യ ചെയ്യാതാ. അടുത്ത 2 സംഖ്യകളുടെ അനുപാതം 3:4, ലസാഗ് 180 ആണെങ്കിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? LCM ബൈ ചെറിയ റേഷ്യോ അല്ലേ? ചെറിയ റേഷ്യോ LCM ബൈ ചെറിയ റേഷ്യോ. LCM എത്രയാ? 180. ഇവിടുത്തെ ചെറിയ റേഷ്യോ എത്രയാ? ഇതല്ലേ 3. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 60 എന്ന് കിട്ടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 60. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങളോട് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞ കാരണമാണ് ചെറിയ റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്തത്. ചെറിയ സംഖ്യ ആണെങ്കിൽ വലിയ റേഷ്യോ ആണ്. ഇവിടുത്തെ ചെറിയ റേഷ്യോ എത്രയാണ്? 2 ആണ്. LCM എത്രയാണ്? 60. നമ്മുടെ ആൻസർ എന്താ? LCM ബൈ 2 അല്ലേ? LCM എത്രയാണ്? 60/2. ഇപ്പോൾ എത്ര കിട്ടി? 30. കണ്ട 30. ഓപ്ഷൻ ബി ആണ് ആൻസർ. വലിയ സംഖ്യ 30 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വീണ്ടും 5:6 ആണ്. ഇത് അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഇപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോഴാണിത്. നിങ്ങൾ ചെറിയ സംഖ്യ ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? LCM ബൈ എന്ത് ചെയ്യുക? വലിയ റേഷ്യോ. ഓക്കെ, LCM ബൈ വലിയ റേഷ്യോ എടുത്താൽ നിങ്ങൾക്ക് ചെറിയ സംഖ്യ കിട്ടും. LCM ബൈ ചെറിയ റേഷ്യോ എടുത്താൽ വലിയ സംഖ്യ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളോട് ഉസാഗ തന്നിരിക്കുന്നത്. ഉസാഗ അതായത് HCF നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 8 ആണ് തന്നേക്കുന്നത്. റേഷ്യോ 5:6. നിങ്ങളോട് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ HCF ഇൻറ്റു വലിയ റേഷ്യോ. ഓക്കെ, ചെറിയ സംഖ്യയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ HCF ഇൻറ്റു എന്ത് ചെയ്യണം? ചെറിയ റേഷ്യോ. മനസ്സിലായോ? നിങ്ങൾ HCF വെച്ചിട്ടാണെങ്കിൽ HCF വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യേണ്ടത്. വലിയ സംഖ്യ ആണെങ്കിൽ HCF ഇൻറ്റു വലിയ റേഷ്യോ ചെയ്യുക. ചെറിയ സംഖ്യയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ HCF ഇൻറ്റു ചെറിയ റേഷ്യോ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വലിയ സംഖ്യ അല്ലേ? വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ HCF 8 ആണ്. 8 ഇൻറ്റു വലിയ റേഷ്യോ എത്ര? ഇവിടുത്തെ 6. 8 6 48 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 സംഖ്യകളുടെ അനുപാതം 3:5 ആണ്. ഉസാഗ 12 ആയാൽ വലിയ സംഖ്യ ഏത്? അതാ. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? HCF ഇൻറ്റു വലുത് അല്ലേ? HCF ഇൻറ്റു വലുതല്ലേ? HCF എത്രയാ? 12. വലുത് എത്രയാ? വലിയ റേഷ്യോ എത്രയാ? 5. 12 5 60 അല്ല 70 അല്ല 70 അല്ല 60. 12 5 60. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 സംഖ്യകളുടെ അനുപാതം 2:7. അവയുടെ ഉസാഗ 10 ആയാൽ വലിയ സംഖ്യ. അപ്പോൾ നമ്മുടെ കയ്യിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് HCF ഇൻറ്റു വലിയ റേഷ്യോ. ഓക്കെ, HCF ഇൻറ്റു വലിയ റേഷ്യോ. ഇവിടെ HCF എത്രയാണ്? 10 ഇൻറ്റു വലിയ റേഷ്യോ എത്ര? 7. 10 ഇൻറ്റു 7 70. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബാഗിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഒരു ബാഗിൽ 7:4:4 എന്ന അനുപാതത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട്. ഓക്കെ, ആകെ ബാഗിൽ 200 രൂപയുണ്ടെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം. ഇത് ഏത് നാണയത്തിൻ്റെ വേണമെങ്കിലും ചോദിക്കാം നിങ്ങളോട്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ റുപ്പീസ് 2 പൈസയുള്ളല്ലേ? പൈസ ഏതൊക്കെയാണ് ഉള്ള റുപ്പീസ്? നമ്മുടെ 1 രൂപ ഉണ്ട്, 50 പൈസ ഉണ്ട്, 25 പൈസ ഉണ്ട്. ഇനി ഇതിൻ്റെ റേഷ്യോ നിങ്ങൾ താഴെ എഴുതുക. അനുപാതം. ഓക്കെ, അനുപാതം നിങ്ങൾ താഴത്തെ എഴുതുക. ഏതാണ്? 7:4:4. ഇങ്ങനെയല്ലേ നമുക്ക് അനുപാതം തന്നിരിക്കുന്നത്?
അപ്പോൾ 1 രൂപയുടെ 7 എണ്ണം ഉണ്ട്, 50 പൈസയുടെ 4 എണ്ണം ഉണ്ട്, 25 പൈസയുടെ 4 എണ്ണം ഉണ്ട്. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇതെന്തിൻ്റെ അനുപാതമാണ്? എണ്ണത്തിൻ്റെ അനുപാതമാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, എണ്ണത്തിൻ്റെ അനുപാതമല്ല, സോറി, അംശബന്ധം. എണ്ണത്തിൻ്റെ അംശബന്ധം. ഇനി നിങ്ങളിവിടെ രൂപയുടെ അംശബന്ധം കണ്ടുപിടിക്കണം. സിമ്പിളാണ്. എണ്ണത്തിൻ്റെ അംശബന്ധമാണ് ഇവിടെ. അപ്പോൾ 1 രൂപയുണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. അപ്പോൾ രൂപയുടെ അംശബന്ധം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ നോക്കിയേ, 1 രൂപയുടെ 7 എണ്ണം. അപ്പോൾ എത്ര രൂപയുണ്ട് നമ്മുടെ കയ്യിൽ? 7 രൂപ. 50 പൈസ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പോൾ എത്ര രൂപയായി? 50 പൈസ 4 എണ്ണം കൂട്ടിയാൽ 2 രൂപയല്ലേ ആവുള്ളൂ? 2 രൂപയാകും. അപ്പോൾ 50 പൈസ. ഇനി 25 പൈസ 4 എണ്ണം ഉണ്ട്, 25 പൈസ കൂട്ടിയാൽ 1 രൂപയാവുള്ളൂ. മനസ്സിലായി എഴുതിയത്? നമ്മൾ ആദ്യം ഏതൊക്കെ രൂപയാണ് പൈസയാണെന്നൊക്കെ എഴുതി. 1 രൂപ, 50 പൈസ, 50 പൈസ, 25 പൈസ. ഇനി എണ്ണത്തിൻ്റെ അംശബന്ധം എഴുതി. 1ൻ്റെ 7 എണ്ണം, 50ൻ്റെ 4 എണ്ണം, 25ൻ്റെ 4 എണ്ണം. എന്നിട്ട് നിങ്ങൾ എന്ത് എഴുതി? രൂപയുടെ അംശബന്ധം എഴുതി. രൂപയുടെ അംശബന്ധം എങ്ങനെയാണ് നമുക്കറിയാം? 1 രൂപയുടെ 7 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 7 രൂപയാണ്. 50 പൈസയുടെ 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 2 രൂപയാണ്. 25 പൈസയുടെ 4 എണ്ണം എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. അപ്പോൾ ടോട്ടൽ എത്രയായി നമുക്കിവിടെ കാശ്? ടോട്ടൽ 7 + 2 + 1 മൊത്തം എത്ര രൂപയായി? 10 രൂപയായി. ഓക്കെ, 10 രൂപയിൽ എത്ര എണ്ണം ഉണ്ട്? 50 പൈസ 4 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ 10 രൂപയിൽ 4 എണ്ണം. അപ്പോൾ 4/10 എന്ന് എഴുതാലോ. 10 രൂപയിൽ 4 എണ്ണമാണ്. അപ്പോൾ 200 രൂപയിൽ എത്ര എണ്ണം കാണും? ഇൻറ്റു 200 എടുത്താൽ പോരെ? 200 എടുത്താൽ എത്ര കിട്ടും? 20, 4, 80. ഓക്കെ, 200 രൂപ എടുത്താൽ 80 50 പൈസ നാണയം കാണും. മനസ്സിലായോ ചെയ്തത്? അതായത് 10 രൂപയിൽ നിങ്ങൾ പൈസ ടോട്ടൽ രൂപ നോക്കി കഴിഞ്ഞാൽ 10 രൂപയാണ് ആ ബാഗിലുള്ളത്. 10 രൂപയാണ് അതിൻ്റെ റേഷ്യോ ഉള്ളത് അല്ലേ? ആ അംശബന്ധത്തിൽ 10 രൂപയാണുള്ളത്. അപ്പോൾ 10 രൂപയിലെ അംശബന്ധം എടുത്തപ്പോൾ എത്ര എണ്ണം വന്നു നമുക്ക്? 4 എണ്ണം വന്നു. അപ്പോൾ 4/10 അല്ലേ? 4/10 ഇൻറ്റു 200 അല്ലേ? 10 രൂപയിൽ 4 എണ്ണം ഇങ്ങനെ എഴുതാം നമുക്ക്. 10 രൂപയിൽ 4 എണ്ണം. അപ്പോൾ 200 രൂപയിൽ എത്ര എണ്ണം വരും? 200 × 4/10. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 200 × 4/10. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതോടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റാവും. നമ്മുടെ ഒരു ബാഗുണ്ട്. ബാഗിൽ 1 രൂപയുണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. അംശബന്ധം എത്രയൊക്കെയാണ് കിടക്കുന്നത്? 5:8:4 അല്ലേ? 5:8:4. ഇതേതാണ്? എണ്ണം. ഇനി രൂപയുടെ അംശബന്ധം വരുമ്പോൾ എത്രയാണ്? 5 × 1 5 രൂപ അല്ലേ? 50ൻ്റെ 8 എണ്ണം വരുമ്പോൾ 8×5 4 രൂപ അല്ലേ? 25ൻ്റെ 4 എണ്ണം എന്ന് പറയുമ്പോൾ 1 രൂപ ആണല്ലോ. അപ്പോൾ ടോട്ടൽ എത്ര വന്നു അല്ലേ? 4 25 പൈസ കൂട്ടി കഴിഞ്ഞാൽ 1 രൂപ കിട്ടും. 8 50 പൈസ കൂട്ടിയാൽ 4 രൂപ വരും. അപ്പോൾ ടോട്ടൽ 5 + 4 + 1 10 രൂപ എന്ന് കിട്ടി. 10 രൂപ. ഓക്കെ, അപ്പോൾ 10 രൂപയിൽ എത്ര 50 പൈസ ഉണ്ട്? 10 രൂപയിൽ 8 എണ്ണം അല്ലേ? 10 രൂപയിൽ 8 എണ്ണം. 300 രൂപയിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 300 രൂപയിൽ എത്രയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? 300 × 8/10 അല്ലേ? 10 0 0 പോയി. അപ്പോൾ 8 3 24. 240 എണ്ണം വേണം അതിൽ. 240 50 പൈസയുടെ നാണയങ്ങൾ അതിൽ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നമുക്ക്. നമ്മുടെ കയ്യിൽ 1 രൂപയുണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. അംശബന്ധം എത്രയാണ്? 7:2:8. ഇനി ഇത് എണ്ണത്തിൻ്റെ അംശബന്ധം. ഇത് റുപ്പീസ്, പൈസ. ഇനി നമുക്ക് ഇത് എണ്ണത്തിൻ്റെ അംശബന്ധമാണ്. രൂപയുടെ അംശബന്ധം കണ്ടുപിടിക്കണം. 7 രൂപ 7 എണ്ണം ഉണ്ട് 1 രൂപ. അപ്പോൾ എത്രയായി? 7 രൂപ. 2 എണ്ണം ഉണ്ട് 50 പൈസ. എത്രയായി? 1 രൂപ. 8 എണ്ണം ഉണ്ട് 25 പൈസ. എത്ര രൂപയായി? 4 25 പൈസ കൂടിയാൽ 1 രൂപയാണ്. അപ്പോൾ 8 25 പൈസ കൂടിയാൽ 2 രൂപയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? ടോട്ടൽ 7 + 1 + 2 എത്ര കിട്ടി? 10 രൂപ എന്ന് കിട്ടിയില്ലേ? ടോട്ടൽ 10 രൂപയാണ്. അപ്പോൾ 10 രൂപയിൽ എത്ര 50 പൈസയുണ്ട്? 2 എണ്ണം. 10 രൂപയിൽ 2 എണ്ണം. 300 രൂപയിൽ എത്രയുണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. 300 രൂപയിൽ എത്രയാണ് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ 300 × 2/10. അപ്പോൾ എത്ര വന്നു? 32 60 രൂപ വേണം. 60 എണ്ണം വേണം കേട്ടോ. 60 എണ്ണം ഉണ്ടാകും അതിൽ 50 പൈസ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ട്
പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്കുകൾ. ഇനി നമുക്ക് വേറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവൈസ് ചെയ്യാൻ നേരത്ത് നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസാണ്, ഇത്രയും ടൈപ്സാണ് സാധാരണ ഇതിൽ റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ടോപ്പിക്കിൽ കാണാറുള്ളത്. ഓക്കെ, താങ്ക് യു.